ആന്റി, ആകാശം ചാരും വൈകുന്നേരം എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മോളെ. മോളെങ്ങനെ അറിഞ്ഞു? അത് പറയാം. അവരെവിടേക്കാ പോകുന്നേ? തറവാട്ടമ്പലത്തിലേക്കാ. അവിടെ കുടുംബാദികൾക്ക് വേണ്ടി സന്താന പൂജയുണ്ടത്രേ. അത് കേട്ടപ്പോ തന്നെ അയാള് ചാരുമോള് പോണെന്ന് ഉത്തരവിട്ടു. ഓ, അശ്വതി രമേശിനെ അല്ലേ മോളെ അയാള് പറഞ്ഞയക്കേണ്ടത്? അത് ചെയ്യില്ല. അത് ശരിയാ. എന്നാ ഓക്കെ ആന്റി. അല്ല, മോളെന്താ അവര് പുറത്തു പോകുന്നുണ്ടെന്ന് ചോദിച്ചത്? ഒന്നുമില്ല ആന്റി, ചിലർക്ക് ഇല്ലാത്ത തലവേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ വിളിക്കാം. ശരി മോളെ. ആകാശേ, നീ സന്താനലബ്ധിക്കായിട്ട് പൂജയ്ക്ക് പോവാണല്ലേ? നീ പോയത് തന്നെ. മാഡം, ആകാശ് സാറിന് എന്തു പറയണം? അല്ല, ആകാശ് സാറിനോട് എന്തു പറയണം? ഇതിലുള്ളതെല്ലാം സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ. അയ്യോ മാഡം, ഇത് മുഴുവനോ? രാത്രി 12 മണിയായാലും തീരൂലല്ലോ. പണിയെടുക്കട്ടെടോ ദിലീപേ, അതിനല്ലേ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. താൻ ചെന്നേ ആകാശിനോട് പണി തുടങ്ങാൻ പറ. ഓക്കെ മാഡം. സാറിത് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്താണ്? ഈ ഡീറ്റെയിൽസ് മുഴുവൻ സിസ്റ്റത്തിലേക്ക് മുഴുവനായി ആഡ് ചെയ്യാൻ ശ്രേയ മാഡം പറഞ്ഞു. ഇത് മുഴുവനും ആഡ് ചെയ്ത് വരുമ്പോ നേരം വിളിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ തന്നോട് എനിക്ക് തലവേദനയാണ്, നേരത്തെ പോണെന്ന്. സാർ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാൻ മാഡത്തോട് പറഞ്ഞു സാറിന് തലവേദനയാണെന്ന്. അപ്പൊ മാഡമാണ് പറഞ്ഞത് ഈ വർക്കൗട്ട് തീർത്തിട്ട് പോയാൽ മതിയെന്ന്. ഇനി സാറിന്റെ ഇഷ്ടം. റെഡിയായോ? ആകാശിനെ കണ്ടില്ലല്ലോ. ഞാൻ വിളിക്കാം കൊച്ചേട്ടനെ. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് തുണിക്കച്ചവടക്കാരി. ആകാശ് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഹലോ. കൊച്ചേട്ടനെ ഇറങ്ങിയോ? ഞാൻ റെഡിയായി. ഇല്ല. ഇല്ലേ? ഇനി എപ്പ ഇറങ്ങാനാ? സമയം വൈകി അവിടെ പൂജ തുടങ്ങും. തുടങ്ങട്ടെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവുന്നത് ഇറങ്ങാൻ നോക്കിയതാ. ആ രാക്ഷസി എനിക്ക് അടുത്ത പണിയൊന്നു. എന്നാച്ചാ അക്കുച്ചേട്ടന് വരാൻ പറ്റില്ലേ? കുട്ടികളെ ഉണ്ടാക്കാൻ പൂജയ്ക്ക് പോകുന്നത് ദേവിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ദേവി ശ്രേയാണോ അമ്മേ? അക്കുച്ചേട്ടാ. ചാരു, നീ പൊക്കോ. എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ആരെങ്കിലും കൂട്ടി പൊയ്ക്കോ. ഞാൻ വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നീ മാത്രമായിട്ട് പ്രാർത്ഥിച്ചാലും ദേവി കേൾക്കും. ശരി. എന്താ മോളെ, അവൻ വരുന്നില്ലേ? അക്കുച്ചേട്ടന്റെ വർക്ക് തീർന്നില്ല ബാലമ്മ. ജോലിഭാരം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?